നമസ്കാരം. മലപ്പുറത്തെയും കാസർകോട്ടെയും ജനപ്രതിനിധികൾ മതം തിരിയണമെന്ന തരത്തിൽ മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രസ്താവന CPM-നുള്ളിൽ വലിയ അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നു. മന്ത്രിക്കെതിരെ പാർട്ടിക്കുള്ളിൽ വികാരം ശക്തമാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനോ പാർട്ടി നേതൃത്വമോ സജിയെ തള്ളിപ്പറഞ്ഞിരുന്നില്ല. സജി ചെറിയാൻ പറഞ്ഞതിനെ തള്ളുകയോ തിരുത്തുകയോ വേണമെന്ന നിർദ്ദേശം മുതിർന്ന നേതാക്കൾ തന്നെ മുന്നോട്ട് വെച്ചിട്ടും നേതൃത്വം മൗനം പാലിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും ആക്ഷേപമുയർന്നിരുന്നു. മുഖ്യമന്ത്രി വ്യക്തമായ നിലപാട് സ്വീകരിക്കാത്തതിനാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഈ വിഷയത്തിൽ നിസ്സഹായനാണെന്ന് സൂചനകളുണ്ട്. വർഗീയത പറയുന്ന ഒരാളുടെയും നിലപാടിനോട് യോജിപ്പില്ല എന്ന ഒഴുക്കൻ പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. വിഷയം എന്തായാലും വരാനിരിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യുമെന്നിരിക്കെ താൻ നടത്തിയ പ്രസ്താവനയിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ച് എത്തിയിരിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ. പ്രസ്താവന പിൻവലിച്ചുകൊണ്ടാണ് സജി ചെറിയാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തുനിന്നും സമ്മർദ്ദം ഏറിയ സാഹചര്യത്തിലായിരിക്കും മന്ത്രിയുടെ ഈ ഖേദപ്രകടനം. താൻ പറഞ്ഞത് വളച്ചൊടിച്ചു, അത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചു. തന്റെ മതനിരപേക്ഷ നിലപാടിനെ വ്രണപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ പ്രചാരമെന്നും സംഭവത്തിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും സജി ചെറിയാൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ജാതിമത വ്യത്യാസമില്ലാതെയാണ് ജനങ്ങളെ സ്നേഹിക്കുന്നത്. മതചിന്തകൾക്ക് അതീതമായി എല്ലാ മനുഷ്യരെയും ഒരുപോലെ ജാതി മത വ്യത്യാസമില്ലാതെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന തന്റെ പൊതുജീവിതത്തെ വർഗീയതയുടെ ചേരിയിൽ നിർത്തി ചോദ്യം ചെയ്യുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ലെന്നുമാണ് സജി ചെറിയാൻ പറഞ്ഞത്. തന്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണെങ്കിലും ആ പ്രചാരണം തന്റെ സഹോദരങ്ങൾക്ക് പ്രയാസവും വേദനയും ഉണ്ടാക്കിയതായി താൻ മനസ്സിലാക്കുന്നുവെന്നും താൻ ബഹുമാനിക്കുന്ന ചില വ്യക്തികളും ആത്മീയ സംഘടനകളും ആത്മീയ നേതാക്കളും തന്നെ തെറ്റിദ്ധരിച്ചുവെന്നും വേദനിപ്പിക്കുന്നതാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. പ്രസ്താവന ആർക്കെങ്കിലും വേദനയോ പ്രയാസമോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും പ്രസ്താവന പിൻവലിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.